സോ ഹലോ ഗായ്സ്, വെൽക്കം ടു കെ ടു ക്രാക്ക്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BEE അല്ലെങ്കിൽ BECയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ കോഴ്സ് കോഡ് വന്നിട്ട് EST 130 ആണ്. സോ ഇത് K2 സ്റ്റുഡൻസിനുള്ള ഫസ്റ്റ് ഇയർ ടോപ്പിക്കാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ മൊത്തത്തിൽ 6 മൊഡ്യൂൾസാണ് വരുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂൾസിൽ നമ്മൾ ഇലക്ട്രിക്കലിനെ പറ്റിയിട്ടും അവസാനത്തെ 3 മൊഡ്യൂൾസിൽ ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇലക്ട്രിക്കലിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക്കാണ്. ഇവിടെ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഡിസ്കഷൻസ് വരുന്നത് കംപ്ലീറ്റ് തന്നെ നമുക്ക് മൊത്തത്തിൽ തന്നെ എല്ലാ മൊഡ്യൂൾസിലും തന്നെ നമ്മൾ പ്രോബ്ലംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ മൊഡ്യൂൾ 1ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻസ്, അതേപോലെ തന്നെ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ്. സോ ഇതിൻ്റെ പ്രോബ്ലംസ് ഡെൽറ്റ ടു സ്റ്റാർ, സ്റ്റാർ ടു ഡെൽറ്റ, അങ്ങനെ കൺവേർഷൻസ്. ഇതിനേപോലെ തന്നെ മെഷ് ആൻഡ് നോഡ് അനാലിസിസ്. സോ ഇത്രയും പോർഷനാണ് അവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് പ്രോബ്ലംസ് തന്നെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസാണ്, പക്ഷേ നമ്മളെ കറക്റ്റ് ലോജിക്ക് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. സോ ഞാൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുക ശ്രീനാഥ് വാടശ്ശേരി എന്ന് പറഞ്ഞ ആ ഒരു ചാനലാണ്. നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ BEEയുടെ ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കാണാൻ സാധിച്ച ആ ഒരു ചാനലിലാണ്. കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടിരുന്ന് മതി. 3 മൊഡ്യൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടും നമ്മൾ ഓരോരോ ചെക്ക് പോയിൻറ്റ്സ് വെക്കുക നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോഴായാലും. സോ നമ്മൾ എന്തായാലും അവിടെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സോ ലാസ്റ്റ് സൊല്യൂഷൻ ഇപ്പോൾ കുറച്ച് തെറ്റ് വന്നെങ്കിൽ പോലും നമ്മളൊരു മെത്തഡോളജി ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കുമല്ലോ. സോ നമ്മുടെ മൊഡ്യൂൾ 2ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഫാരഡേസ് ലോസ് പ്രോബ്ലംസ്, ലെൻസസ് ലോ. സോ ഞാൻ പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ പോവുക, ശ്രീനാഥ് വാടശ്ശേരിയുടെ യൂട്യൂബ് ചാനലിൽ പോവുക. സോ അവിടെ നോക്കി മനസ്സിരുത്തി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇതിനകത്ത് മൊഡ്യൂൾ 2ൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന ഇതൊക്കെയാണ്. സോ മൊഡ്യൂൾ 3ലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ RL, RC ആൻഡ് RLC സീരീസ് സർക്യൂട്ട്സ്, ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പയറൻറ്റ് പവർ എന്താണ്, അതുപോലെ തന്നെ പോളാർ ആൻഡ് കോംപ്ലക്സ് ഫോംസ്, 3 ഫേസ് AC സിസ്റ്റംസ്, ലൈൻ ടു ഫേസ്, ലൈൻ കറണ്ട് ടു ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ് ടു ഫേസ് വോൾട്ടേജ്, അതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ അവിടെ ഉണ്ട്. സോ ത്രീ ഫേസ് AC സിസ്റ്റം അതിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ്, മുകളിലുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. സോ നമ്മൾ എന്തായാലും 2 ടോപ്പിക്സും ഡിസ്കസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്സിലും നമുക്ക് ഏകദേശം ഒരു അറിവ് വെച്ചിട്ട് പോവുക, ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഫേസ് AC സിസ്റ്റം എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അവിടെ ഒരു ഡെറിവേഷനൊക്കെ ഉണ്ട്. സോ ഉറപ്പായിട്ടും മിസ് ഔട്ട് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു പോർഷനാണത്. സോ ഇലക്ട്രിക്കൽ നമുക്ക് ഇങ്ങനെ ക്രാക്ക് ചെയ്യാവുന്നതായിരിക്കും. സോ നമ്മൾ ഇനി വരുന്ന 3 മൊഡ്യൂൾസ്, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6ൽ നമ്മൾ ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ മൊഡ്യൂൾ 4 ഈ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രോബ്ലമാറ്റിക് അല്ല ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രോണിക്സിൽ നമുക്ക് സിമ്പിൾ ഡെഫിനിഷൻസും അതുപോലെ തന്നെ അവിടെയും കുറച്ച് ഹാർഡ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രോണിക്സിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമ്മൾ മൊഡ്യൂൾ 4ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് എന്താണ്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ്, PNP ആൻഡ് NPN സ്ട്രക്ചേഴ്സ്, എമിറ്റർ കോൺഫിഗറേഷൻ. സോ ഈ ഒരു പോർഷൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പോർഷൻസ് മാത്രമല്ല, നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസ് നോക്കണം, പക്ഷേ ഈ പോർഷൻസ് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യില്ല. അത് ഉറപ്പായിട്ട് ചെക്കൗട്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ. സോ അതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസിലേക്ക് പോവുക. സോ പറ്റാവുന്ന അത്രയും പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണുക. സോ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കുറച്ചും കൂടെ ഉറപ്പായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും അതെങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ മൊഡ്യൂൾ 5ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക് അഡ്രസ് സിസ്റ്റം വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതിൻ്റെ ഫിഗർ, ആ ഒരു സംഭവങ്ങൾ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, സെനർ വോൾട്ടേജ് റെഗുലേറ്റർ, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഒന്നും മിസ് ഔട്ട് ചെയ്യില്ല. നമ്മൾ പറ്റുന്ന അത്രയും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകണമെന്ന് ഞാൻ പറയും, സ്റ്റഡി ചെയ്തിട്ട് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ മൊഡ്യൂൾ 6ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, അതുപോലെ തന്നെ 5Gനെ പറ്റി തുടക്കത്തിൽ പറയുന്നുണ്ട്, ആൻറ്റിനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ GSM ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലനേഷൻ. GSM വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്ന GSM ആണ്. സോ GSM നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്, GSM ഡിസ്കസ് ചെയ്തിട്ട് പോവുക. സോ ഇത്രയും പോർഷൻസാണ് നമുക്ക് ഇലക്ട്രിക്കലിൽ നിന്നും ഇലക്ട്രോണിക്സിൽ നിന്നും വരുന്നത്. സോ നിങ്ങൾക്ക് നോട്ട്സ് ആൻഡ് റിസോഴ്സ് വേണമെങ്കിൽ ഞാൻ ഒരു യൂസ്ഫുൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. സോ ചെക്കൗട്ട് ചെയ്യാൻ മാർക്കില്ല. സോ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്